പോറ്റിയെ കേറ്റിയെ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ. ഈ ഒരു പാട്ട് സംഭവം നമ്മളെ ഇലക്ഷൻ സമയത്തൊക്കെ ഭയങ്കരമായിട്ടല്ലേ ഭയങ്കര ചർച്ചാ വിഷയമായ ഒരു പാട്ടായിരുന്നു. അത് എല്ലാ ആൾക്കാരും പാടിക്കൊണ്ട് കിടന്ന ഒരു പാട്ടായിരുന്നു. നമ്മളെ സഖാക്കളും അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഒരേ സ്വരത്തിൽ പാടിക്കൊണ്ട് കിടന്ന ഒരു പാട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഭയങ്കര ഇലക്ഷൻ സമയത്ത് ഒരുപാട് 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 പാരഡി പാട്ടുകളൊക്കെ വന്നെങ്കിലും ഇതിനെ വെല്ലാനായിട്ട് ഒരെണ്ണം ഉണ്ടായ ഉണ്ടായിട്ടില്ല. കാരണം അത് ഭയങ്കര രസമായിരുന്നു ഇത് കേട്ടോണ്ടിരിക്കാനായിട്ട്. പക്ഷെ നമ്മൾ ഈ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു രസവും സുഖമൊന്നും ഈ സഖാക്കന്മാർക്കും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊന്നും കിട്ടൂല കേട്ടോ. കാരണം ഇത് വല്ലാത്തൊരു ഊക്കായി പോയി. പക്ഷെ വല്ലാത്തൊരു ഊക്കാണെങ്കിൽ കൂടിയും ഇതൊക്കെ എഴുതി ഉണ്ടാക്കിയവരെ സമ്മതിക്കണം കേട്ടോ. വയലാർ എഴുതുമോ ഇതുപോലെ? ഈ ചില വീട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ചില അമ്മച്ചിമാരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ കോൺഗ്രസ്സുകാരുടെയും അതുപോലെയുള്ള BJP-കാരുടെയൊക്കെ ഈ സംഭവം മറ്റേ ഇലക്ഷൻ സമയത്ത് വണ്ടിയൊക്കെ വരുന്ന സമയത്ത് അവര് വിചാരിച്ച് ഈ പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് അവര് വിചാരിച്ച് ഭക്തിഗാനമെന്ന് വിചാരിച്ചു കേട്ടാ. അവർക്കിത് മനസ്സിലായില്ല, ഇത് ഫൂക്ക് പാട്ടാണെന്നും പാരഡിയാണെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. അവര് വിചാരിച്ച് ഭക്തിഗാനം ഒരുക്കും. ചില ആൾക്കാരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അല്ലടാ മറ്റേ കമ്മ്യൂണിസ്റ്റുകാരുടെ വണ്ടി വരണേക്കാളും നല്ലത് BJP-കാരെയോ കോൺഗ്രസ്സുകാരെയോ വണ്ടി വന്നു കഴിഞ്ഞാൽ നല്ല പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കാന്നാണ് അവർ പറഞ്ഞ കേട്ടോ. ഈ പാട്ടൊക്കെ കേട്ടിട്ട് ശരിക്കും അവർക്ക് അറിഞ്ഞുവിടുന്നത് ഊക്കാണെന്നുള്ള കാര്യം. പക്ഷെ ഇത് ആരെഴുതി ഉണ്ടാക്കിയാലും കൊള്ളാൻ കേട്ടോ. പക്ഷെ അവസാനമായിട്ട് ഒന്നുകൂടി പറയട്ടെ, ഇപ്പൊ ഈ ഇലക്ഷൻ സമയത്ത് ഒരുപാട് പാരഡി പാട്ടുകൾ ഇതുപോലെ പാരഡി പാട്ട് ഒരുപാട് വന്നല്ലോ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താണ്. രാഷ്ട്രീയം മാറ്റി വെച്ച് നമുക്കൊന്ന് കേട്ടോക്കെ ആരുടെ അല്ലെങ്കിൽ ഏത് പാട്ടിനാണ് കൂടുതൽ ആരാധകരുള്ളതെന്ന് അറിയാലോ. ഓക്കെ, ബൈ.